കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ടർബോയെ പറ്റിയാണ് വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അതായത് ടർബോ എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി നെഗറ്റീവായിട്ട് റിവ്യൂ കൊടുത്തു വരുന്ന എല്ലാം വീഡിയോ കോപ്പിറൈറ്റ് ചെയ്ത് പോകുന്നു. നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള റിവ്യൂസാണ് കോക്കായാലും റീലോഡ് മീഡിയ, അവരൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതുപോലെ വേറെ കുറച്ച് ആൾക്കാരും ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒരു സിനിമയെപ്പറ്റി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്കറിയാം നമ്മുടെ മൗലികാവകാശമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം. എങ്കിൽ കൂടിയും ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യക്തിഗത ആകല്, അതായത് ഒന്നിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായം ആകല്. ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. എങ്കിൽ കൂടിയും ആ സിനിമയെ അടങ്കൽ നശിപ്പിക്കുന്ന രീതിയിൽ അത് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ടർബോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സിനിമ തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ്. ഇപ്പം കുറച്ച് പേര് ആ ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ക്യാമ്പയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസാണ് ഒരു സിനിമയുടെ വിധി എഴുതുന്നത്. ഓഡിയൻസിന് സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ എത്ര നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാലും തിയേറ്ററിൽ ആൾക്കാർ കയറും. അതിനേക്കാൾ ഏറ്റവും ഭയാനകം എന്ന് പറയുന്നത് ഇപ്പം ടർബോ സിനിമ വന്നുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഇപ്പോൾ സിനിമ നോക്കുന്നതും തിരഞ്ഞെടുക്കുന്നതൊക്കെ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഒക്കെയാണ്. നമ്മളത് കാണുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട്. നമുക്കറിയാം ഓൾറെഡി തന്നെ ഇപ്പം മമ്മൂട്ടിയുടെ സിനിമ ആയിക്കോട്ടെ, മോഹൻലാൽ സിനിമ ആയിക്കോട്ടെ. ഇപ്പം മോഹൻലാൽ സിനിമ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഒരു ക്യാമ്പയിൻ, അതായത് സിനിമ നമുക്കറിയാം പല സിനിമകളും മോഹൻലാലിൻ്റെ പരാജയമെങ്കിൽ കൂടിയും പലതരത്തിലുള്ള നെഗറ്റീവ് റിവ്യൂസിന് ക്യാമ്പയിൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ജാതി പറഞ്ഞും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് സിനിമ ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ മലയാള സിനിമ എങ്ങോട്ട് പോകും? നമുക്കറിയാം വേൾഡ് ക്ലാസ് ഫിനോമിനലാണ് മലയാള സിനിമകളെല്ലാം എന്ന് പറയുന്നത്. നമ്മളൊരു സിനിമ കാണുന്നത് തിയേറ്ററിൽ വരുന്നു, എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, ആ സിനിമയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയും. അല്ലാതെ ആ സിനിമയിൽ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തില്ല ഇത് എന്ന് പറഞ്ഞ് സ്ട്രെസ് ചെയ്ത്, അല്ലെങ്കിൽ ആ സിനിമയിൽ ഇന്ന പേര് ഉപയോഗിച്ചു, ഇന്ന രീതി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ സിനിമ എവിടെ ചെന്ന് നിൽക്കും? സിനിമയെ സിനിമയായിട്ട് കാണുക, ഒരു കലയായിട്ട് കാണുക എന്ന് തന്നെ ആണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ഇത് ഭയങ്കരമായിട്ടും എന്താ പറയുക, ഏറ്റവും വലിയൊരു ആഴക്കയത്തിലൂടെയാണ് മലയാള സിനിമയുടെ പോക്ക് എന്ന് പറയുന്നത്. അത് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ടർബോ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ടർബോയിലെ കഥാപാത്രത്തിൻ്റെ പേരും അതുപോലെ മമ്മൂട്ടിയും വെച്ച് ഒരുപാട് രീതിയിൽ പോകുന്നുണ്ട്. ശരിക്കും ഇതെല്ലാം എനിക്ക് വിയോജിപ്പുണ്ട്. എനിക്ക് മാത്രമല്ല ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരിക്കും വിയോജിപ്പുള്ളത്. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? സിനിമയെ സിനിമയായിട്ട് കാണുക. എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.